നിർധന കുടുംബത്തിന്റെ ഭൂമി പുറമ്പോക്കിൽപ്പെടുത്തി പിടിച്ചെടുക്കാൻ നീക്കമെന്ന് ആക്ഷേപം. കോഴിക്കോട് തച്ചനാട് സ്വദേശി ചാന്ദിനിയെ കുടിയൊഴിപ്പിക്കാനാണ് അധികൃതരുടെ നീക്കം. സർവേ സ്കെച്ചിൽ ഉദ്യോഗസ്ഥർക്കുണ്ടായ പിഴവാണ് പ്രതിസന്ധിക്ക് കാരണം. സംഭവത്തെക്കുറിച്ച് അറിയില്ലെന്നാണ് കോർപ്പറേഷൻ അധികൃതരുടെ വിശദീകരണം. ചാന്ദിനിക്ക് ഇഷ്ടദാനം കിട്ടിയ 7.5 സെന്റ് ഭൂമിയിൽ 3.5 സെന്റോളം സ്ഥലം 1980-ൽ ജല അതോറിറ്റി ഏറ്റെടുത്തിരുന്നു. ശേഷിക്കുന്ന ഭൂമി പുറമ്പോക്കിലാണെന്നാണ് അധികൃതരുടെ വാദം. 2008-ൽ നികുതിയടയ്ക്കാൻ വില്ലേജ് ഓഫീസിലെത്തിയപ്പോഴാണ് റോഡ് പുറമ്പോക്ക് വിഭാഗത്തിലാണ് ഭൂമി ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് വ്യക്തമായത്. 13 വർഷമായി കിടപ്പാടം തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടത്തിലാണ് ചാന്ദിനി. ഈ കാലയളവിൽ റവന്യൂ ഓഫീസുകളിലും കോർപ്പറേഷൻ ഓഫീസിലും നിരവധി തവണ കയറിയിറങ്ങിയെങ്കിലും അനുകൂല നടപടിയുണ്ടായില്ല. ആധാരവും അടിയാധാരവും ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധിച്ചപ്പോഴാണ് സർവേ സ്കെച്ച് മാറിയതായി കണ്ടെത്തിയത്. 4 സെന്റോളം റോഡിനെടുത്തിട്ട് ബാക്കിയുള്ള ഞങ്ങളെ സ്ഥലത്തിന് ഞങ്ങൾ നികുതി, കൈവശം, കുടിക്കടം, പിന്നെ സ്കെച്ച് ഇതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ കോർപ്പറേഷനിൽ വീടിന് കൊടുത്ത സമയത്ത് 2008 വരെ നികുതി അടച്ച്. അന്നേരം അവർ പറയണത് അതിൻ്റെ ശേഷം പ്ലാൻ പാസ്സാക്കാൻ വേണ്ടിയിട്ടുള്ളതിന് പണം അടച്ചാണ് പാസ്സാക്കാൻ വേണ്ടിയിട്ടുള്ളതിന് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ പുതിയ നികുതി അടച്ച വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇവർ പറയണത് പുതിയ നികുതി തരാൻ പറ്റില്ല, അത് പുറമ്പോക്ക് ഭൂമിയാണെന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ശേഷം ഞങ്ങൾ കോർപ്പറേഷൻ അവർ നിരന്തരം ഞങ്ങളെ വന്ന് ഉപദ്രവിക്കാൻ തന്നെ പറയാം. റവന്യൂ വകുപ്പ് ജീവനക്കാരും കോർപ്പറേഷനിലുള്ളവരും ഒത്തുകളിക്കുകയാണെന്നാണ് ചാന്ദിനിയുടെ പരാതി. അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച മറച്ചുവെക്കാനാണ് ശ്രമമെന്നും ഇവർ ആരോപിക്കുന്നു. വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് കോഴിക്കോട് കോർപ്പറേഷൻ സെക്രട്ടറിയുടെ പ്രതികരണം. അറിയില്ല, എന്താന്നുള്ളത് ഫയൽ നോക്കിയാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്റെ ശ്രദ്ധയിലുള്ള ഒരു വിഷയമല്ല ഇത്, ഞാൻ ഫയൽ നോക്കിയിട്ട് പറയണേ. അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് ആകെയുള്ള ഭൂമിയും നഷ്ടപ്പെടുമെന്നാണ് കുടുംബത്തിന്റെ ആശങ്ക. വിഷയം കോടതി കയറിയതോടെ ചാന്ദിനിയും കുടുംബവും വാടക വീട്ടിലാണ് താമസം. പ്രസ്തുത ഭൂമിയിലെ തയ്യൽക്കട തുറക്കാൻ പോലും കോർപ്പറേഷൻ അനുവദിക്കുന്നില്ലെന്ന് ചാന്ദിനിയും കുടുംബവും പറയുന്നു. ക്യാമറാമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്.